പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എൻ അസറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ. ആദ്യം നമ്മൾ മെഷർമെന്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എൻ അസറ്റിന്റെ ആണ് പറയുന്നത്. ഒരു അസറ്റിന്റെ റിസ്ക് റിട്ടേൺ മെഷർമെന്റ്, ഡിഫറെന്റ് മെഷർമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇവാലുവേറ്റ് അസറ്റ് ബേസ്ഡ് ഓൺ ദെയർ എക്സ്പെക്ടഡ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു അസറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ അസോസിയേറ്റഡ് റിസ്ക് വെൽ റിട്ടേൺ റെപ്രസെന്റ് ദ പൊട്ടൻഷ്യൽ ഗെയിൻ ഫ്രം എനി ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പൊട്ടൻഷ്യൽ ഗെയിൻ ആണ്. അതിൽ നിന്നുണ്ട് റിസ്ക് ക്വാണ്ടിഫൈസ് ദ അൺസർട്ടനിറ്റി ഓഫ് അച്ചീവിംഗ് ദാറ്റ് റിട്ടേൺ. അതിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി ആണ് റിസ്ക് എന്ന് പറയുന്നത്. സെവറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ മെട്രിക്സ് ഹെൽപ്പ് മെഷർ ബോത്ത് ആസ്പെക്ട്. മെഷർമെന്റ് ഓഫ് റിട്ടേൺ ഓഫ് an asset refers to gain or loss over a specific period. ഒരു സ്പെസിഫിക് പീരീഡിൽ ഉണ്ടാകുന്ന ഗെയിൻ ഓർ ലോസ് ആണ് റിട്ടേൺ എന്ന്. എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇത് ഡിഫറെന്റ് മെത്തേഡിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഒന്ന് അബ്സല്യൂട്ട് റിട്ടേൺ. അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എൻഡിങ് വാല്യൂ മൈനസ് ബിഗിനിങ് വാല്യൂ ഡിവൈഡ് ബൈ ബിഗിനിങ് വാല്യൂ ഇൻറ്റു 100. അതിന്റെ എൻഡിങ് വാല്യൂ എന്താണ്, അതിന്റെ ഫസ്റ്റിലുള്ള വാല്യൂ, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴുള്ള വാല്യൂ, അതിന്റെ എൻഡിങ്ങിലുള്ള വാല്യൂ എന്ത്, അതേ ഡിവൈഡ് ബൈ ബിഗിനിങ് വാല്യൂ ഇൻറ്റു 100. ഇതാണ് അബ്സല്യൂട്ട് റിട്ടേൺ. ദിസ് മെസ്സേജ് ടോട്ടൽ ഗെയിൻ ഓർ ലോസ് ബട്ട് ഡസ് നോട്ട് കൺസിഡർ ടൈം. ഇവിടെ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ടോട്ടൽ ഗെയിനും ലോസും ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. ഇനി ആവറേജ് റിട്ടേൺ അരിത്തമെറ്റിക് മീൻ വേർ RI റെപ്രസെന്റ് ഇൻഡിവിജ്വൽ പീരിയഡ് റിട്ടേൺ. RI എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പീരിയഡ് ഓഫ് റിട്ടേൺ ആണ്. N എന്ന് പറയുന്നത് എന്താണ്, ഒരു N ഉള്ളൂ. ഇസ് ദ നമ്പർ ഓഫ് പീരിയഡ്, എത്ര പീരിയഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അത് ഒരു മെത്തേഡാണ്. ഇനി ജോമെട്രിക് മീൻ റിട്ടേൺ. ജോമെട്രിക് മീൻ റിട്ടേൺ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് RT is equal to pi into 1 plus RI all power 1 by N minus 1. This is useful measuring long term performance with compounding effect. Compounding പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഉള്ള ഇതെടുക്കും, അതിലേക്ക് അതിന് കിട്ടുന്ന റിട്ടേൺ ആഡ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും, അങ്ങനെ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിങ് എഫക്ട് ലോങ് ടേം പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് ഇത് എടുക്കാറുള്ളത്. എക്സ്പെക്ടഡ് റിട്ടേൺ മീൻ റിട്ടേൺ ഇൻ പ്രോബബിലിറ്റി ടേം സിഗ്മ R is equal to sigma PI RI. PI is a probability of each return. RI യുടെ പ്രോബബിലിറ്റി ആണ് PI എന്ന് പറയുന്നത്. അങ്ങനെ ഇത്ര മെഷർമെന്റ് ആണുള്ളത്. ഈ മെഷർമെന്റ് നിങ്ങൾ പരീക്ഷയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇക്വേഷനുകൾ എഴുതി വെച്ചാൽ മതി. ഇനി മെഷർമെന്റ് ഓഫ് റിസ്കിന്റെ മെഷർമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയൻസ് സ്മോൾ സിഗ്മ സ്ക്വയർ. വേരിയൻസ് മെഷർ ദ ഡിസ്പേഷൻ ഓഫ് റിട്ടേൺസ് അറൌണ്ട് ദ മീൻ. മീനിൽ നിന്ന് എത്ര ഡിസ്പേസ് ചെയ്ത് കിടക്കുന്നുണ്ട്. സ്മോൾ സിഗ്മ സ്ക്വയർ ഇക്വൽ ടു സിഗ്മ RI മൈനസ് R ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ N. ഹയർ വേരിയൻസ് ഇൻഡിക്കേറ്റ് ഹയർ റിസ്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോൾ സിഗ്മ സ്ക്വയറിന്റെ റൂട്ടിന് എന്ത് പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്മോൾ സിഗ്മ ഡിവൈഡ് ബൈ R ബാർ ഇൻറ്റു 100. ഇവിടെ ഒരു 100% മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൂടി ഇടാറുണ്ട്. ഇറ്റ് അലോസ് റിസ്ക് റിട്ടേൺ കമ്പാരിസൺ അക്രോസ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ബൈ സ്റ്റാൻഡർഡൈസിങ് റിസ്ക് പെർ യൂണിറ്റ് റിട്ടേൺ. അപ്പം നമ്മൾ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇനി അടുത്ത് ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യാറുള്ളത് ബീറ്റ ഈക്വൽ ടു കോവേരിയൻസ് RA, RM ഡിവൈഡ് ബൈ സ്മോൾ സിഗ്മ സ്ക്വയർ M. ബീറ്റ മെഷേഴ്സ് എൻ അസറ്റ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് മൂവ്മെന്റ്. ഒരു അസറ്റ് മാർക്കറ്റ് മൂവ്മെന്റിനനുസരിച്ച് എത്രത്തോളം സെൻസിറ്റീവ് ഉണ്ടോ എന്നുള്ളത്. അതിന് കോവേരിയൻസ് ടേമിലാണ് ഇത് മെഷർ ചെയ്യാറുള്ളത്. എ ബീറ്റ ഓഫ് 1 ഇംപ്ലൈസ് ദാറ്റ് അസറ്റ് മൂവ് ഇൻ ദ മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അസറ്റ് മൂവ് ചെയ്യുന്നത്. വൈൽ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 സജസ്റ്റ് ഹയർ വോളാറ്റിലിറ്റി. ബീറ്റ 1ൽ കൂടുതലാണെങ്കിൽ വോളാറ്റിലിറ്റി ഉണ്ട്, ഹയർ വോളാറ്റിലിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഷാർപ്പ് റേഷ്യോ S is equal to expected return minus RF divided by small sigma. Ratio measures risk adjusted return while RF is a risk free rate. ഇനി measurement of risk and return of portfolio. A portfolio is collection of asset. ഒരു അസറ്റിന്റെ കളക്ഷൻ എന്ന് പറയാം, പോർട്ട്ഫോളിയോ എന്ന് പറയാം. ആൻഡ് ഇസ് റിസ്ക് ആൻഡ് റിട്ടേൺ ഡിപെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ അസറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദെയർ കോറിലേഷൻ. റിസ്ക് ആൻഡ് റിട്ടേൺ ഡിപെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ അസറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കോറിലേഷന്റെ അടിസ്ഥാനം. മെഷറിംഗ് പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഇൻവോൾവ് ഡിറ്റർമിൻ എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് റിസ്ക് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ മെട്രിക്സസ്. അതിൽ ഡിഫറെന്റ് ഇക്വേഷനുകൾ ഉണ്ട്. ഒന്ന് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ, measurement of portfolio return. The expected return of the portfolio is weighted average of expected return of individual asset. Individual asset ന്റെ weighted average of expected return ആണ് the expected return of portfolio. Expected return of portfolio is equal to sigma WI expected return RI.
ERP is equal to expected return of portfolio, WI weight of asset in the portfolio, ERI expected return of asset I. മെഷർമെന്റ് ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യുന്നതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് റിസ്ക് ഇസ് മെഷർഡ് യൂസിങ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസിഡർ ദ കോറിലേഷൻ ബിറ്റ്വീൻ അസറ്റ് പോർട്ട്ഫോളിയോ വേരിയൻസ് ടു അസറ്റ് കേസിൽ, രണ്ട് അസറ്റ് കേസിലാണെങ്കിൽ സ്മോൾ സിഗ്മ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു W1 square into small sigma 1 square plus W2 square into small sigma 2 square plus 2W1 into W2 P1 to small sigma 1 into small sigma 2. ഇതിൽ സ്മോൾ സിഗ്മ സ്ക്വയർ പി എന്ന പോർട്ട്ഫോളിയോ വേരിയൻസ് മെഷർ, W1 W2 വെയിറ്റ് ഓഫ് അസറ്റ് 1 and 2, സ്മോൾ സിഗ്മ 1 സ്മോൾ സിഗ്മ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അസറ്റ് 1 and 2, P12 കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ അസറ്റ്. ഇനി പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർമെന്റ് സ്മോൾ സിഗ്മ പി ഈക്വൽ ടു സ്മോൾ സിഗ്മ സ്ക്വയർ പി. നമ്മൾ ഈ കണ്ട ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് അതിന്റെ റൂട്ട് കണ്ടതാണ് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോറിലേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ is equal to combining asset with low or negative correlation reduce portfolio risk. കമ്പൈനിങ് അസറ്റ് വിത്ത് ലോ ആയിട്ടുള്ള നെഗറ്റീവ് കോറിലേഷൻ ഉള്ളതും കമ്പൈൻ ചെയ്യാം അസറ്റുകൾ. അപ്പൊ അതിലൂടെ പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. Perfectly positively correlated asset P is equal to 1, no diversification benefit ഉണ്ടാവില്ല. Perfectly negatively correlated asset P -1, maximum risk reduction possibility, eliminating risk entirely. Risk adjusted performance metrics, Sharpe ratio നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. S is equal to E RP minus RF divided by small sigma P. Tyner ratio ഉണ്ട്, ERP minus RF divided by beta P uses symmetry risk instead of total risk. Jensen's alpha is equal to ERP minus RF plus RP into ERM minus RF. ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഇക്വേഷനുകൾ ഉള്ളത്. ഇതിന്റെ ഇക്വേഷൻ ഒക്കെ മനസ്സിലാക്കിയാൽ മതി. ഇതിന് പ്രോബ്ലം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, താങ്ക് യു.